大好き。5、6、7、8、1でございます。だから、そしたら、ちょっと。で振り返って、さあ、はい、オッケー。സന്ധ്യപ്രഭ ചേരുന്നു. ഒപ്പം സന്ധ്യപ്രഭ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ പ്രായം വെറും അക്കമാണ് എന്ന് നമ്മൾ നിരവധി തവണ നമ്മുടെ പ്രേക്ഷകരോട് പറയാറുള്ളതാണ്, വിവിധ വാർത്തകളിലൂടെ റിപ്പോർട്ടുകളിലൂടെയൊക്കെ. ഇപ്പോൾ ദാ ജപ്പാനിൽ നിന്നും അങ്ങനെ വെറും നമ്പറാണ് ഇതൊക്കെ എന്ന് പറയുന്ന ഒരാൾ ഡാൻസിൻ്റെ വിവിധ നമ്പറുകൾ ഇടുന്നു അല്ലേ? തീർച്ചയായും മോത്തി, നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയും, ഒരു ശരാശരി മലയാളിയുടെ ജീവിതം എന്ന് പറയുന്നത് ജനിക്കും, നാട്ടുകാരെന്ത് കരുതും എന്ന് കരുതി ജീവിക്കും, മരിക്കും. ഇത് ശരിക്കും ഇതിലൊരു വസ്തുതയുണ്ട്. നമ്മൾ പലപ്പോഴും നാട്ടുകാരെന്ത് കരുതും, മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതി ജീവിക്കുന്നവരാണ്, അത്രയും റിസർവ്ഡായി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള പലരും. അവിടെയാണ് ഈ 74 ഉൾപ്പെടുന്ന ജാപ്പനീസ് സമൂഹം വ്യത്യസ്തമാവുന്നത്. അവർ ജീവിതം എങ്ങനെ കൂടുതൽ സന്തോഷകരമാക്കാമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പ്രായമായാൽ പോലും അവരെ മനസ്സുകൊണ്ട് ചെറുപ്പമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കിഗായി എന്ന് പറയുന്ന ആശയം പോലും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ്, ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം, നമുക്ക് സന്തോഷമായിരിക്കാൻ എങ്ങനെ കഴിയും എന്നൊക്കെ ചിന്തിച്ച് അതിലൂടെ ജീവിതം കൊണ്ടുപോകുന്നവരാണ് ജാപ്പനീസുകാരെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പ്രായം കൊണ്ട്, ഇപ്പോൾ എത്ര പ്രായമായാലും നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മാനസികമായി നമ്മൾ ആ ഒരു പ്രായം കുറഞ്ഞു തന്നെ ഇരിക്കും. പക്ഷേ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമില്ലാതെ ഇപ്പോഴും ഭർത്താവിനും കുട്ടികൾക്കും, അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ജീവിച്ച് പൊതുവെ ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി അതാണ്. ഇനി ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകും, റിട്ടയർമെൻ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനി ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതി ഉള്ളിൽ ഒതുക്കി ജീവിക്കും. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ വേഗം പ്രായമാകും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, ഒരു മരവിപ്പായി പോകും എന്നുള്ളതാണ്. അവിടെയാണ് ഈ ജാപ്പനീസ് സമൂഹം വ്യത്യസ്തമാവുന്നത്. അവരിതുപോലെ ഇപ്പോൾ ബ്രേക്ക് ഡാൻസ് ക്ലബ്ബ് തന്നെ ഉണ്ടെന്ന് പറയുന്നു. നമ്മളൊന്ന് ശരീരം ഇളകി ഡാൻസ് കളിക്കാൻ പ്രത്യേകിച്ച് പ്രായമായവർക്കാണെങ്കിൽ ഒരു മടിയായിരിക്കും. അയ്യേ, മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതിയേ അവർ ചെയ്യുള്ളൂ. ഒരു തീരുമാനം എടുക്കുമ്പോൾ പോലും മറ്റുള്ളവരെന്ത് കരുതുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ഈ അതിർവരമ്പുകളൊക്കെ ഭേദിക്കണം. നമ്മൾ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷം എന്താണ്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം, ഈ ഒരു 74 വയസ്സുകാരിയെ പോലെ. തീർച്ചയായിട്ടും സന്ധ്യ. അതുകൊണ്ട് സന്ധ്യയ്ക്ക് ആദ്യം തന്നെ വായനാ ദിനം ആശംസിക്കേണ്ടതായിരുന്നു, വിട്ടുപോയി. സന്ധ്യയ്ക്ക് വായനാ ദിനം ആശംസിക്കുന്ന, ഒരുപാട് വായിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വായനാ ദിനവും അതിമനോഹരമായിരിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു സന്ധ്യ.